നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിന്റെ ലിങ്കും ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്ക് എത്തി നോക്കാം. ഈ വ്യക്തിയുടെ രാത്രികാല ചിന്തകളും ഓർമ്മകളും ആഗ്രഹങ്ങളും എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച്? ഇതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ഈ വായന ആരംഭിക്കാം. അതുമാത്രമല്ല, അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്, നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്ന് വളരെയധികം ശങ്കയോടുകൂടി അല്ലെങ്കിൽ വളരെയധികം ഒരു വ്യാകുലതകളോടുകൂടി മനസ്സിൻ്റെ വെമ്പലോടുകൂടി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു വേർപിരിയൽ അല്ലെങ്കിൽ സപ്പറേഷൻ, ഇത്തരം ഒരു സപ്പറേഷൻ അവസ്ഥകൾ, ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെക്കാൾ കൂടുതൽ ഈ വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. ഈ വ്യക്തിക്ക് അത്രയും അധികം മാനസിക സമ്മർദ്ദമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങളിൽ മനസ്സ് മാറുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുമായി ഒരുമിച്ച് ചേരുക എന്നുള്ളത് തന്നെയാണ്. ഈ വ്യക്തിക്ക് നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ മുതൽ തൊട്ട് തന്നെ വളരെയധികം ആഗ്രഹമാണ് കൂടെ താമസിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള വളരെ വിജയകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം. അതുതന്നെയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാനും സാധിക്കുന്നത്. ഇവിടെ വളരെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നല്ല രീതിയിൽ ശത്രുക്കളുടെ എണ്ണം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഏറ്റവും കൂടുതൽ ശത്രുവായി നിൽക്കുന്നത് ഒരു സ്ത്രീ ആയിട്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ സ്ത്രീയുടെ സാന്നിധ്യം ഉടനീളമായി നിങ്ങൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്നു. ഈ വ്യക്തിയെ പല രീതിയിലും പല വിധത്തിലും ഈ സ്ത്രീ നല്ല രീതിയിൽ തന്നെ നിയന്ത്രിക്കുന്നതായിട്ടും നിങ്ങൾക്കിടയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഈ വായന നിങ്ങൾ കാണുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ വേണ്ടി ആയിരിക്കാം. വളരെയധികം നല്ലൊരു ദാമ്പത്യ ജീവിതത്തെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജമാണ് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വളരെയധികം സ്പഷ്ടമായ അല്ലെങ്കിൽ വളരെ മധുരമായ ഓർമ്മകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് സന്തോഷവും ദുഃഖവും ഒരുമിച്ച് വരുന്ന അവസ്ഥയാണ് കാണപ്പെടുന്നത്. പഴയകാല ഓർമ്മകളും ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷങ്ങളും നിങ്ങൾ വേർപിരിയാനുണ്ടായ കാരണങ്ങളും ഇതെല്ലാം തന്നെ കൂട്ടിക്കുഴഞ്ഞുള്ള ഒരവസ്ഥയിലേക്കാണ്, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് അലയടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചില സമയങ്ങളിൽ ഈ വ്യക്തിക്ക് താങ്ങാൻ സാധിക്കില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. വളരെയധികം മാനസികവും ശാരീരികവുമായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എങ്ങനെ സന്തോഷമായിട്ടിരിക്കണം എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. കുറച്ച് സമയം സന്തോഷത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ, വളരെ കുറച്ച് സമയം സന്തോഷത്തോടെ ഇരുന്നാൽ, കുറച്ച് കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ മാനസിക അവസ്ഥ മുഴുവനുമായി കീഴ്മേൽ മറിയുന്ന രീതിയിലാണ് ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ പോകുന്നത്. വളരെ പെട്ടെന്നായിരിക്കും സങ്കടം മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് അത്തരം മാറ്റങ്ങളിലേക്ക്, അല്ലെങ്കിൽ അത്തരം മാറ്റങ്ങൾ ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ വഴിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിതിലൂടെ വ്യക്തമാകുന്നു. ഇവിടെ ഈ വ്യക്തി വിരഹദുഃഖം തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതെന്റെ വിധിയാകാം, ഇതെന്റെ തലയിലെഴുത്താകാം, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ലാഞ്ഞിട്ടാകാം എന്നിങ്ങനെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വയം ആശ്വസിച്ചിരിക്കുന്നതായിട്ടാണ്
നമുക്ക് ഈ വ്യക്തിയിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഇവിടെ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തി നിങ്ങളിൽ ആകർഷിക്കപ്പെട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ വിട്ടൊഴിഞ്ഞുള്ള ജീവിതം ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഊഹിക്കാനോ അല്ലെങ്കിൽ മനസ്സിൽ സങ്കല്പിക്കുവാനോ സാധിക്കില്ല. എന്നാൽ ഇവിടെ തടസ്സം നിൽക്കുന്ന സ്ത്രീ ഏതാണോ അവര് ഒരുപക്ഷെ ഇവരുടെ അമ്മയായിരിക്കാം, വേണ്ടപ്പെട്ട മറ്റാരെങ്കിലും ആയിരിക്കാം. അവരുടെ സ്ഥാനം അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം പരിപൂർണമായും ഒഴിച്ചു കളയാനോ സാധിക്കില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നല്ല രീതിയിലുള്ള ഒരു മനോബലം ഈ വ്യക്തി ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ്. കാരണം സ്ട്രെങ്ത് കാർഡാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത്. ടവർ കാർഡും ലഭിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു മാറ്റത്തെയും അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ പോരാ, ഞാൻ മാറിയേ തീരൂ എന്നുള്ള ഒരു മനോഭാവം ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നതുമായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിനു വേണ്ടിയിട്ട് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഊർജം ഉടലെടുത്തു കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയുടെ മനസ്സിൽ പലതരത്തിലുള്ള വേദനിപ്പിക്കുന്ന ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം നല്ല രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ട് പോസിറ്റീവായി മുന്നേറാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ മറ്റാരൊക്കെയോ നല്ല രീതിയിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും മറ്റൊരു സത്യം കൂടിയാണ്. സഹായിക്കുക എന്ന് പറയുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നതോ ആയിരിക്കാം. ഇവിടെ നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജി നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ആദ്യമൊക്കെ വളരെയധികം പതുക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു ഊർജമാണെങ്കിൽ ഇപ്പോൾ ഈ വ്യക്തിയുടെ സാഹചര്യം നോക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഊർജത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാഹചര്യം അനുസരിച്ച് പെരുമാറാനും അതിനനുസരിച്ച് മുന്നേറാനും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കും എന്നുള്ളത് ഈ വ്യക്തി ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ പലവിധ പ്രവർത്തികളിലൂടെ നിങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ പോകുന്നു. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാകാം, ഈ വ്യക്തി ഒരുപക്ഷെ തേർഡ് പാർട്ടിയുടെ അധീനതയിലാകാം, അല്ലെങ്കിൽ അവരുടെ ചട്ടക്കൂടിൽ പോയിട്ടുണ്ടാകാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷെ അത്തരം വിചാരങ്ങളെല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ട് ഈ വ്യക്തി പുതിയ രീതിയിൽ തന്നെ മുന്നേറുന്ന സാഹചര്യമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. നൈറ്റ് ഓഫ് വാൺസ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു ഊർജത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ഈ പേഴ്സൺ ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇപ്പോഴേ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു സത്യം. അതുമാത്രമല്ല, ഇവിടെ ഒരുമിച്ചുള്ളൊരു ജീവിതം അത് അത്രയും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയായിട്ടാണ് കാണിക്കുന്നത്. ഒരുമിച്ച് കുറച്ചു നാളത്തേക്കുള്ള ഒരു ജീവിതമല്ല, കേവലം നല്ല രീതിയിൽ തന്നെ ഉടനീളമായി ജീവിക്കാൻ പറ്റിയാൽ നന്നായി എന്നുള്ള മനോഭാവത്തിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. അല്ലാതെ കുറച്ച് മാസങ്ങൾ കൊണ്ടോ കുറച്ച് കാലത്തേക്കോ മാത്രം നിങ്ങളെ വേണം എന്നല്ല ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളെ സ്വന്തമാക്കുന്നത് എന്നേക്കുമായിട്ടുള്ള വളരെയധികം ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ വളരെയധികം വീറും വാശിയും ഓടുകൂടി തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചേക്കാം, ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനോ സധൈര്യം മുന്നോട്ട് പോകാനോ സാധിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറ്റില്ല എന്നുള്ള ചിന്തകൾ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകാം. പക്ഷെ അത് നിങ്ങളുടെ ചിന്തകൾ മാത്രമാണെന്നും ഈ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായ വ്യക്തികളെ പുറന്തള്ളപ്പെടാൻ സാധിക്കുമെന്നും മുന്നോട്ട് പോകാൻ കഴിയുമെന്നും ഈ വ്യക്തി ഇനി നിങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ പോകുന്നു. അത്തരം ആഗ്രഹങ്ങളോട് കൂടിയും തീരുമാനങ്ങളോട് കൂടിയുമാണ് ഈ വ്യക്തി രാത്രികാലങ്ങൾ കഴിച്ചു കൂട്ടുന്നത്. ഇവിടെ വളരെയധികം വേഗതയേറിയ ഒരു എനർജിയായി കാണപ്പെടുന്നു. ഒരുപക്ഷെ ഈ വ്യക്തി പുറം രാജ്യത്തായിരിക്കാം, വേറെ ഏതോ സംസ്ഥാനങ്ങളിലോ ജില്ലകളിലോ അല്ലെങ്കിൽ വേറെ രാജ്യത്തോ ആയിരിക്കാം. മറ്റു പല എന്തെങ്കിലും ജോലികളുടെ അടിസ്ഥാനമായി അതിൻ്റെ തിരക്കിലോ മറ്റു പല കാര്യങ്ങളിൽ മുഴുകി നിൽക്കുന്നതോ ആകാം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്ഷീണവും അല്ലെങ്കിൽ സമയം കിട്ടാത്ത സാഹചര്യങ്ങളോ ഈ വ്യക്തിക്ക് ഉണ്ടാകാം. അതും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അത് നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതം തന്നെയാണ്. നിങ്ങളുടെ കൂടെ മാത്രമേ
ഈ വ്യക്തിക്ക് സന്തോഷത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചുറ്റിനുമുള്ള എനർജികൾ എന്ന് പറയുകയാണെങ്കിൽ ഈ വ്യക്തി ആർക്കോ വേണ്ടി ജീവിക്കുന്നത് പോലെയാണ്. അതുമാത്രമല്ല, സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി അങ്ങേയറ്റം നല്ല രീതിയിൽ തന്നെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും വലിയൊരു മാറ്റത്തെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുവാനും ഈ വ്യക്തി തയ്യാറാണ്. ഇത്രയുമാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.